9th Standard Biology, Chapter 4. Let us assess questions. First question, identify the plant movement mentioned in each of those given below. എന്താണ് താഴെ തന്നിരിക്കുന്നവയിലെ പ്ലാൻ മൂവ്മെൻറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ എന്താണ്? ദ പീ പ്ലാന്റ് ട്വിൻസ് അറൗണ്ട് എ സപ്പോർട്ട്. പയർച്ചെടി ഒരു സപ്പോർട്ടിന് ചുറ്റും ചുറ്റിപ്പിണയുന്നത് അല്ലെങ്കിൽ ചുറ്റുന്നത് ഏത് മൂവ്മെൻ്റാണ്? ആൻസർ ഹാപ്റ്റോട്രോപ്പിസം. എന്താണ്? സ്റ്റിമുലസിന് അല്ലെങ്കിൽ ഉത്തേജനത്തിന് കാരണമാകുന്ന വസ്തുവിന് ചുറ്റുമുള്ള ചലനം. ബി ക്വസ്റ്റ്യൻ, ദ കോക്കനട്ട് ട്രീ നിയർ ദ ബാങ്ക് റിവർ ഗ്രോസ് ലീനിങ് ടുവേഴ്സ് ദ റിവർ. എന്താണ്? റിവറിനടുത്തുള്ള കോക്കനട്ട് ട്രീ റിവറിൻ്റെ നേരെ ചായുന്നു. ആൻസർ ഇസ് ഫോട്ടോട്രോപ്പിസം. എന്താണ്? പ്ലാന്റിൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈറ്റിന് നേരെയും അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റുമായിരിക്കും. സി ദ പോളൻ ട്യൂബ് ഗ്രോസ് ടുവേഴ്സ് ദ ഓവറി. പോളൻ ട്യൂബ് ഓവറിയുടെ നേരെ ഗ്രോ ചെയ്യുന്നത്. ആൻസർ ഇസ് കീമോട്രോപ്പിസം. എന്താണ്? രാസവസ്തുക്കളുടെ ദിശയിലേക്കുള്ള ചലനം. ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾഡ് വൈൽ ടച്ചിങ്. എന്താണ്? തൊട്ടാവാടി ടച്ച് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്യും അല്ലേ, ചുരുങ്ങും. അതെന്താണ്? ആൻസർ ഇസ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. എന്താണ്? ഉത്തേജനത്തിൻ്റെ ദിശയ്ക്ക് അനുസരിച്ചല്ലാത്ത ചലനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഡിസീസ് മെൻഷൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഡിസീസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻസർ ഇസ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. തേർഡ് വൺ, ഐഡൻറ്റിഫൈ ദ മസിൽ ഫ്രം ദ പെക്യുലാരിറ്റീസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന പെക്യുലാരിറ്റീസ് പ്രത്യേകതകൾ വരുന്ന മസിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. സെൽ വിത്ത് സിംഗിൾ ന്യൂക്ലിയസ് സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ഏതാണ്? സ്മൂത്ത് മസിൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ജോയിൻസ് ഡിനോട്ടഡ് എക്സ് വൈ സെഡ് ആൻഡ് ചൂസ് ദ വൺ വിച്ച് കംസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിലുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏതാണ്? സി ആണ്. Fifth question, disorders of the bones and muscles are given in column 1 and their causes are given in column 2. എന്താണ്? ബോൺസിൻ്റെയും മസിൽസിൻ്റെയും ഡിസോർഡേഴ്സ് ആണ് കോളം 1 കൊടുത്തിരിക്കുന്നത്. ഇനി കോളം 2 അതിനുള്ള കോസസ് അല്ലെങ്കിൽ കാരണങ്ങളും തന്നിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് പെയർ ആയിട്ട് ഏതാണെന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് പെയർ എന്ന് ചൂസ് ചെയ്യണം. ഏതാണ് കറക്റ്റ് പെയറായിട്ട് വരുന്നത്? ഡി ആണ് കറക്റ്റ് പെയറായിട്ട് വരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ്? വരച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബോൺസ്. ഏത് ബോൺസിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഫ്ലൂയിഡാണ് ബോൺസിൻ്റെ ഇടയിൽ വരുന്നത്? സിനോവിയൽ ഫ്ലൂയിഡ്. നെക്സ്റ്റ്, ദ പാർട്ട് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺസ് വിച്ച് റിഡ്യൂസസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് അല്ലേ. ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് ബോൺസിൻ്റെ ടിപ്പിൽ വരുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കാർട്ടിലേജ്. ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പാർട്ട് ലേബൽഡ് ആസ് എക്സ്. എക്സ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന്. ഏതാണ്? ലിഗമെൻറ്റ്സ് ആണ് അല്ലേ. ഇനി അതിൻ്റെ ഫങ്ഷനും കൂടിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫങ്ഷൻ? കണക്ട്സ് 2 ബോൺസ് ഇൻ ദ ജോയിൻറ്റ്. ജോയിൻറ്റിലെ 2 ബോൺസിലെ 2 ബോൺസിനെ കണക്ട് ചെയ്യുന്നു.